ഒരാളൊരു ഇ കോമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, PTC ഇ കോമേഴ്സ്, മേ ബി അത് ആളൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് സോഴ്സ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ തനിയെ അവർ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചൈന പോലെയുള്ള കൺട്രിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരിക്കാം. മേ ബി അവർ നിഷിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആഡ്സിലോട്ട് ഇറങ്ങുന്നുണ്ട്, ആഡ്സ് പെയ്ഡ് ആഡ്സിലോട്ട് ഇറങ്ങുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്പൊ അക്ഷന്റെ ഒരു എക്സ്പീരിയൻസിൽ അവർ ചെയ്യേണ്ട കാര്യം ബേസിക് ആയിട്ട്? നമ്മൾ മെയിൻലി നമ്മൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഫിറ്റ് ആണ്. അതായത് പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്രത്തോളം ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത്. അപ്പം മീൻസ് ഇപ്പം അതായത് ഇപ്പം പല സ്റ്റാർട്ടപ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഫെയിൽ ആവാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസണും ഈ മാർക്കറ്റ് ഫിറ്റിന്റെ പ്രോപ്പർ അനാലിസിസും കാര്യങ്ങളും പ്രോപ്പർലി നടത്താത്തതിന്റെ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പം ഈ പല സ്റ്റാർട്ടപ്പും ഇതേപോലെ ഫെയിൽ ആവുന്നുള്ളത്. അപ്പം നമ്മള് ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രോപ്പർ ഒരു വിഷൻ വേണം. അതായത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് എന്നുള്ള പ്രോപ്പർ ഒരു വിഷനും അതുപോലെ തന്നെ പ്രോപ്പർ ആ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഫിറ്റ് കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പം അതായത് ഇപ്പം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രാൻഡിനെ ഒരു ലക്ഷറി ആയിട്ടാണ് പ്ലേസ് ചെയ്യാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള USPs അവിടെ ഏതൊരു മീൻസ് ഇപ്പം ബ്രാൻഡ് ഓണർ അല്ലെങ്കിൽ ആ ഒരു ഇവരുടെ മൈൻഡിലും പ്രോപ്പർ ഒരു സ്ട്രക്ചർ അതിനുണ്ടായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പം പല ബിസിനസ് ഓണേഴ്സിന്റെ അടുത്തും അല്ലെങ്കിൽ ഇത് കോ-ഫൗണ്ടേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ മെയിൻലി പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ്. ഇത് മെയിൻലി ഞാൻ അപ്പോൾ ഓൾമോസ്റ്റ് ഒരുവിധം ആൾക്കാരുടെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് കേൾക്കുന്ന ഒരു സംഭവം, അതായത് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ആണ്. സോ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസിന് എല്ലാ ഒരു ബ്രാൻഡിനെ പോലെ തന്നെ ഒരു നോർമൽ ബ്രാൻഡ് മാത്രമാണ് നിങ്ങൾ. അതായത് ഏതൊരു ബ്രാൻഡിനെ പോലത്തെ ഒരു ബ്രാൻഡാണ് നിങ്ങൾ. അതിൽ നിങ്ങൾക്ക് എന്ത് കൂടുതലായിട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്ത് USPs നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നു, ബാക്കിയുള്ള ബ്രാൻഡ്സുമായിട്ട് നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെ വൺ ഓഫ് ദി മെയിൻ ഫാക്ടർ. അതാണ് മാർക്കറ്റ് ഫിറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ സംഭവം ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഫെയിൽ ആവാനുള്ള റീസൺ കൂടുതലാണ്. ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം റീസെന്റ് ഇപ്പം ഇക്കോം ബൈ ഷാൻ്റെ പോഡ്കാസ്റ്റിൽ നമുക്ക് ചെയ്യുന്ന പോലെ മാർക്കറ്റിന്റെ ആക്സെപ്റ്റൻസ് ആണ് നമ്മൾ സെക്കൻഡ് തിങ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അതായത് ഒരു പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു എന്താ ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം എന്താ വെച്ചാൽ അവർ ആ ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ അവർ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് ആഡ്സ് റൺ ചെയ്തു. എന്നിട്ട് ആ പ്രൊഡക്ട്സിന് ഇപ്പം ആഡ് ടു കാർഡ്സ് അതുപോലെ തന്നെ ചെക്ക്ഔട്ട് പോലത്തെ ആക്ഷൻസ് വരുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്തു. അനലൈസ് ചെയ്ത സമയത്ത് എന്താണ് അപ്പൊ അവർക്ക് മനസ്സിലായി, അതായത് ഇപ്പൊ ആ പ്രൊഡക്റ്റിന് ഇത്ര ഡിമാൻഡ് ഉണ്ട്. ആ ഒരു സംഭവം കൂടി, അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ എങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു, അതിന് എങ്ങനെ എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പല രീതിയിൽ നമുക്ക്, അതായത് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാമ്പിൾസ് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന് ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈവൻ ChatGPT ഇട്ടിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് മാർക്കറ്റ് അക്സെപ്റ്റൻസിന് എന്തൊക്കെ ഉണ്ടെന്ന് കുറെ സജഷൻസ് കാര്യങ്ങളൊക്കെ വരും. സോ ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മേക്ക് ഷുവർ ചെയ്യാം. മാർക്കറ്റ് പ്രൊഡക്റ്റ് ഫിറ്റ് അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള അക്സെപ്റ്റൻസ്, അതാണ് ഫസ്റ്റ് തിങ് വേണ്ടത്. പിന്നെ നിങ്ങൾ അതായത് ആസ് എ ബിസിനസ് ഓണർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അപ്പം ആസ് എ ബിസിനസ് ഓണറിന് അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഓഡിയൻസിനെ പറ്റിയിട്ടുള്ള ഒരു ബെറ്റർ ക്ലാരിറ്റി എപ്പോഴും വേണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, ആ പ്രൊഡക്റ്റിന്റെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്. അപ്പം ഞാനിപ്പോൾ ഒരു ബിസിനസ് ഓണറാണ്, നിങ്ങളൊരു പെർഫോമൻസ് മാർക്കറ്ററാണ്. അപ്പം ഞാൻ എന്താണ് ഇപ്പം എൻ്റെ ഒരു ഓഡിയൻസിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്താലാണ് എനിക്ക് പെർഫോമൻസ് മാർക്കറ്ററിന് പ്രോപ്പർലി അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു ഗ്യാപ്പ് കാരണം മിസ്സാവുന്ന പല സംഭവങ്ങളും വേറെ ഉണ്ട്. അതായത് ഇപ്പം നമ്മളൊരു ഓഡിയൻസ് ഇതാണെന്ന് പറഞ്ഞിട്ട് മീൻസ് ഇപ്പം പല കേസിൽ ചിലപ്പോൾ പെർഫോമൻസ് മാർക്കറ്റർ ബുദ്ധിമുട്ടും, അല്ലെങ്കിൽ ഇപ്പം പെർഫോമൻസ് മാർക്കറ്റർ പ്രോപ്പർലി ഡിഫൈൻ ചെയ്യാതെയാണ് ആ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സ്പെൻഡ് വെറുതെ ബേൺ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പം ആ ഒരു സംഭവം കൂടി നമുക്ക് ഒരു പ്രോപ്പർ ഒരു ക്ലാരിറ്റി വേണം. പിന്നെ അടുത്തൊരു എന്താ പറയുക, ഞാൻ മെയിൻലി സജസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്തിട്ട് അവർ ഏതൊക്കെ സോഷ്യൽ മീഡിയാസിലാണോ യൂസ് ചെയ്യുന്നത് അനലൈസ് ചെയ്യുക. അപ്പം അത് എന്നിട്ട് ആ ഒരു വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും നമ്മൾ ആഡ്സ് ഒക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ റെഡി ആക്കി വെക്കുക.
വൺസ് ഇപ്പം വെബ്സൈറ്റും സോഷ്യൽ മീഡിയാസും റെഡി ആയതിനു ശേഷം മാത്രം എപ്പോഴും ആഡ്സ് Okay, കാര്യങ്ങൾ ads സ്റ്റാർട്ട് ആണ്. ചെയ്യുന്നത് എപ്പോഴും ഒരു Okay. ബെറ്റർ സംഭവമാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു ഇതാണ്, അതായത് ആ ഒരു എന്താ പറയാ, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓരോ പ്ലാറ്റ്ഫോം വൈസുള്ള ട്രാക്കിംഗ് സെറ്റപ്പ്. ഫോർ എക്സാമ്പിൾ മെറ്റയിലേക്ക് വരുന്ന സമയത്ത് മെറ്റ പിക്സൽ, അതുപോലെ തന്നെ ഗൂഗിൾ കൺവേർഷൻ ട്രാക്കിംഗ്, GA4, അതുപോലത്തെ നമ്മളെ ഓഡിയൻസിനെ അനലൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഡാറ്റയാണ്. സോ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡാറ്റനെ ബാക്ക് ചെയ്തിട്ടായിരിക്കും ആ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാവുക. അപ്പം ഈ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാതെ ഒരു ആഡ്സ് റൺ ചെയ്തിട്ട് അവിടെ, അതായത് ഇപ്പം നിങ്ങൾ പ്ലാറ്റ്ഫോമിന് ബെറ്റർ ആയിട്ടുള്ള ലേണിംഗ്സ് കൊടുത്താൽ മാത്രമാണ് പ്ലാറ്റ്ഫോം എന്തായി തരുള്ളൂ, ബെറ്റർ ആയിട്ടുള്ള ഒരു ഡാറ്റ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സംഭവം എപ്പോഴും മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം ഈ ഒരു ഇത് ചെയ്യാൻ. പിന്നെ ഒരു പോയിന്റും കൂടി അതിൽ ആഡ് ചെയ്യാണ്ട്, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് എപ്പോഴും, അതായത് ഇപ്പം പ്ലാറ്റ്ഫോമിലേക്ക് ടെസ്റ്റിങ്ങിന് ഇന്നഫ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് എപ്പോഴും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുക, മാർക്കറ്റിങ്ങിന് വേണ്ട അല്ലെങ്കിൽ ആഡ്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ്, ആ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഗൂഗിളും ഫേസ്ബുക്കും മെറ്റയും കൂടി ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ചാനൽ ചൂസ് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് ഈവൻ നമ്മളൊരു ലെസ് ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ പ്ലാറ്റ്ഫോമിന് ഇന്നഫ് ആയിട്ടുള്ള ലേണിംഗ് അവിടെ നടക്കൂല. ഇപ്പം മെറ്റേന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റയിലേക്ക് വരുന്ന സമയത്ത് ഇനീഷ്യൽ ടൈം 7 days ആണ് ലേണിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ ലേണിംഗ് പീരീഡിന്റെ അകത്ത് നിങ്ങൾ സിസ്റ്റത്തിന് പ്രോപ്പർ ആയിട്ടുള്ള സിഗ്നൽസ് കൊടുത്താലാണ് നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് തരുള്ളൂ. അപ്പം അവിടെ സിഗ്നൽസ് തെറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടോ, അല്ലെങ്കിൽ ഇപ്പം ബഡ്ജറ്റ് വൈസ് ലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്നഫ് ആയിട്ടുള്ള ഡാറ്റ പ്ലാറ്റ്ഫോമിന് കിട്ടില്ല. അപ്പോൾ നമുക്ക് അവിടെ റിസൾട്ടിനും അവിടെ ലിമിറ്റേഷൻസ് വരും.